ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജൂലൈ 20-ാം തീയതിയിലെ ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേന്ദ്ര ഭവന നഗര കാര്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ 2023-24 സ്പാർക്ക് സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് ആരാണെന്നാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. കേന്ദ്ര ഭവന നഗര കാര്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ 2023-24 സ്പാർക്ക് സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് കേരളമാണ് ഈ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത്. ഓർക്കുക, കേരളം തുടർച്ചയായ 7-ാം തവണയാണ് ഈ റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്നത്. കേരളം തുടർച്ചയായ 7-ാം തവണയാണ് ഈ റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്നത്. ദീൻ ദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന ദൗത്യം ഗംഭീരമായി നടപ്പാക്കിയതിനാണ് കേരളത്തിന് ഈ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം ലഭിച്ചത്. ഓർക്കുക, തുടർച്ചയായ 7-ാം തവണയാണ് ഈ റാങ്കിങ്ങിൽ കേരളം ഒന്നാമതാവുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായി ആദായ നികുതി ഏർപ്പെടുത്തുന്ന രാജ്യം. ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായി ആദായ നികുതി ഏർപ്പെടുത്തുന്ന രാജ്യം ഏതാണെന്നാണ് നമ്മൾ അടുത്തായി പഠിക്കാൻ പോകുന്നത്. ഏതാണ് ആ രാജ്യം? ഒമാനാണ് ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായി ആദായ നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. 2025 കൂടിയാവും ഈ തീരുമാനം നിലവിൽ വരിക. നമ്മുടെ പോയിന്റ്, ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായി ആദായ നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം, ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായി ആദായ നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം ഒമാൻ. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന പോയിന്റ്, വിദേശത്ത് തുറന്ന ആദ്യ ജൻ ഔഷധി കേന്ദ്രം. വിദേശത്ത് തുറന്ന ആദ്യ ജൻ ഔഷധി കേന്ദ്രം എവിടെയാണെന്നാണ്. നമുക്ക് നോക്കാം. അത് മൗറീഷ്യസിലാണ് വിദേശത്ത് തുറന്ന ആദ്യ ജൻ ഔഷധി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നമുക്കൊന്ന് പരിശോധിക്കാം. ആരാണ്? എസ് ജയശങ്കർ. ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായ എസ് ജയശങ്കർ ആണ് ജൻ ഔഷധി കേന്ദ്രം ആദ്യമായി വിദേശത്ത് ഉദ്ഘാടനം ചെയ്തത്. നമ്മൾ കണ്ടു, മൗറീഷ്യസിലാണെന്ന് പറഞ്ഞു. മൗറീഷ്യസ് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ ഉദ്ഘാടനം. അദ്ദേഹം ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാം. പ്രവീന്ദ് കുമാർ ജുഗ്നാഥ് ആണ് നിലവിലെ മൗറീഷ്യസ് പ്രസിഡന്റ്. നമ്മുടെ പോയിന്റ്, വിദേശത്ത് തുറന്ന ആദ്യ ജൻ ഔഷധി കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്തത്? മൗറീഷ്യസ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് 35 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വിസ ഇല്ലാതെ രാജ്യത്ത് പ്രവേശിക്കാവുന്ന നിയമം കൊണ്ടുവന്നത്. 35 വിദേശ രാജ്യങ്ങൾക്ക് വിസ ഇല്ലാതെ രാജ്യത്ത് പ്രവേശിക്കാവുന്ന നിയമം കൊണ്ടുവന്ന രാജ്യമാണ്. നമുക്ക് നോക്കാം, ബെലാറസ് ആണ് 35 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വിസ ഇല്ലാതെ രാജ്യത്ത് പ്രവേശിക്കാവുന്ന നിയമം കൊണ്ടുവന്നത്. 2024 ഡിസംബർ 31 വരെയാണ് ഈ തീരുമാനം നടപ്പിലാക്കുന്നത്. 2024 ഡിസംബർ 31 വരെയാണ് ഈ തീരുമാനം നടപ്പിലാക്കുന്നത്. ഇത് പ്രഖ്യാപിച്ച ബെലാറസ് പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ പേര് നമുക്കൊന്ന് പരാമർശിക്കാം. അദ്ദേഹത്തിന്റെ പേര് അലക്സാണ്ടർ ലുക്കാഷെങ്കോയാണ് നിലവിലെ ബെലാറസ് പ്രസിഡന്റ്. നമ്മുടെ പോയിന്റ്, 35 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വിസ ഇല്ലാതെ രാജ്യത്ത് പ്രവേശിക്കാവുന്ന നിയമം കൊണ്ടുവന്ന യൂറോപ്യൻ രാജ്യം ഏതാണെന്നാണ്. അതിന്റെ ഉത്തരം ബെലാറസ്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് പുരപ്പുറ സോളാർ പദ്ധതിക്കായി ഇന്ത്യക്ക് 240.5 മില്യൺ ലോൺ നൽകുന്നത് ആരാണെന്നാണ്. പുരപ്പുറ സോളാർ പദ്ധതിക്കായി ഇന്ത്യക്ക് 240.5 മില്യൺ ലോൺ നൽകുന്നത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. പുരപ്പുറ സോളാർ പദ്ധതിക്കായി ഇന്ത്യക്ക് 240.5 മില്യൺ ലോൺ നൽകുന്നത്. നമുക്ക് ADBയുടെ ആസ്ഥാനം എവിടെയാണ്? ADBയുടെ ആസ്ഥാനം മനിലയിലാണ് ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് സ്ഥാപിതമായത് എന്നാണെന്ന് കൂടെ നമുക്ക് നോക്കാം. 1966 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് സ്ഥാപിതമായത്. നമ്മുടെ പോയിന്റ്, പുരപ്പുറ സോളാർ പദ്ധതിക്കായി ഇന്ത്യക്ക് 240.5 മില്യൺ ലോൺ നൽകിയത് ആരാണെന്നാണ്. അതിന്റെ ഉത്തരം ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിദ്യാഭ്യാസവുമായും കാലാവസ്ഥാ വ്യതിയാനവുമായും ബന്ധപ്പെട്ട ഗ്ലോബൽ എഡ്യൂക്കേഷൻ മോണിറ്ററിംഗ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ആരാണെന്നാണ്. വിദ്യാഭ്യാസവുമായും കാലാവസ്ഥാ വ്യതിയാനവുമായും ബന്ധപ്പെട്ട ഗ്ലോബൽ എഡ്യൂക്കേഷൻ മോണിറ്ററിംഗ് റിപ്പോർട്ട് പുറത്തുവിട്ടത് യുനെസ്കോയാണ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ മോണിറ്ററിംഗ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ മോണിറ്ററിംഗ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ആരാണ്? യുനെസ്കോ. ഒരു സമരവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് അടുത്തതായി പങ്കുവയ്ക്കാനുള്ളത്. നമുക്ക് നോക്കാം. സർക്കാർ ജോലികളിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബങ്ങൾക്കായുള്ള 30% സംവരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംവരണ വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുന്ന രാജ്യമേത്? സർക്കാർ ജോലികളിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബങ്ങൾക്കായുള്ള 30% സംവരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംവരണ വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുന്ന രാജ്യം എവിടെയാണെന്നാണ് നമ്മൾ അടുത്തായി പഠിക്കുന്നത്. എവിടെയാണ്? ബംഗ്ലാദേശ് ആണ് സംവരണ വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുന്ന രാജ്യം. 56% ബംഗ്ലാദേശിലെ സർക്കാർ ജോലികളിലുള്ള സംവരണം. 56% സംവരണമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിലവിലുള്ളത്. അതിൽ 30% സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബങ്ങൾക്കായി മാറ്റി വെച്ചിരിക്കുകയാണ്. അതിനെതിരെയാണ് ഇപ്പോൾ വിദ്യാർത്ഥി സമരം നടക്കുന്നത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ പേര് കൂടെ നമുക്ക് നോക്കാം. ആരാണ്? ഷെയ്ഖ് ഹസീനയാണ് നിലവിലെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി. നമ്മുടെ പോയിന്റ് സർക്കാർ ജോലികളിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബങ്ങൾക്കായുള്ള 30% സംവരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംവരണ വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുന്ന രാജ്യം ഏതാണെന്നായിരുന്നു. ഏതാണ്? ബംഗ്ലാദേശ്. ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തായി പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ തിരഞ്ഞെടുത്ത 75 പ്രസംഗങ്ങൾ സമാഹരിച്ച പുസ്തകം. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ തിരഞ്ഞെടുത്ത 75 പ്രസംഗങ്ങൾ സമാഹരിച്ച പുസ്തകത്തിന്റെ പേരാണ് നമ്മൾ അടുത്തായി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏതാണ് ആ പുസ്തകത്തിന്റെ പേര്? വിങ്സ് ടു അവർ ഹോപ്സ് എന്നാണ്. ദ്രൗപദി മുർമുവിന്റെ തെരഞ്ഞെടുത്ത 75 പ്രസംഗങ്ങൾ സമാഹരിച്ച പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകം പ്രകാശനം ചെയ്ത ആരാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്ന കേന്ദ്ര കൃഷി മന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ, കേന്ദ്രമന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാൻ ആണ് വിങ്സ് ടു അവർ ഹോപ്സ് എന്ന പുസ്തകം പുറത്തിറക്കിയത്. നമ്മുടെ പോയിന്റ്, ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ തെരഞ്ഞെടുത്ത 75 പ്രസംഗങ്ങൾ സമാഹരിച്ച പുസ്തകത്തിന്റെ പേരാണ്. നമുക്ക് നോക്കാം അതിന്റെ ആൻസർ. വിങ്സ് ടു അവർ ഹോപ്സ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 35 വർഷത്തെ സേവനത്തിന് ശേഷം ഡീകമ്മീഷൻ ചെയ്ത് പൊളിക്കാനൊരുങ്ങുന്ന അന്തർവാഹിനിയെ പറ്റിയാണ്. 35 വർഷത്തെ സേവനത്തിന് ശേഷം ഡീകമ്മീഷൻ ചെയ്ത് പൊളിക്കാനൊരുങ്ങുന്ന അന്തർവാഹിനിയുടെ പേരാണ് INS സിന്ധുധ്വജ് എന്നാണ്. 35 വർഷത്തെ സേവനത്തിന് ശേഷം ഡീകമ്മീഷൻ ചെയ്ത് പൊളിക്കാനൊരുങ്ങുന്ന അന്തർവാഹിനിയുടെ പേര്. ഈ അന്തർവാഹിനി പൊളിക്കുന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ്. നമുക്ക് ഏതാണ് ആ സ്ഥാപനം നോക്കാം. സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് എന്ന സിൽക്കാണ് INS സിന്ധുധ്വജ് പൊളിക്കുന്നത്. സിൽക്ക് സ്ഥിതി ചെയ്യുന്നത് അഴീക്കൽ, കണ്ണൂർ ജില്ലയിലെ അഴീക്കലാണ് സിൽക്ക് സ്ഥിതി ചെയ്യുന്നത്. അഴീക്കൽ. നമ്മുടെ പോയിന്റ് 35 വർഷത്തെ സേവനത്തിന് ശേഷം ഡീകമ്മീഷൻ ചെയ്ത് പൊളിക്കാനൊരുങ്ങുന്ന അന്തർവാഹിനിയാണ്. അന്തർവാഹിനിയുടെ പേര് INS സിന്ധുധ്വജ്. ഒരു നിയമനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായി തുടർച്ചയായി 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായി തുടർച്ചയായി 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉർസല വോൺ ഡെർ ലിയൻ ആണ് തുടർച്ചയായി 2ാം തവണയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉർസല വോൺ ഡെർ ലിയൻ ജർമ്മനിയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ജർമ്മനി. അതുപോലെ തന്നെ യൂറോപ്യൻ കമ്മീഷന്റെ ആസ്ഥാനം അതുകൂടെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. എവിടെയാണ് യൂറോപ്യൻ കമ്മീഷന്റെ ആസ്ഥാനം? ബ്രസൽസ്. നമ്മൾ ഇപ്പോൾ പഠിച്ച പോയിന്റ്, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായി തുടർച്ചയായി 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഉർസല വോൺ ഡെർ ലിയൻ. കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുതയാണ് നമ്മൾ അടുത്തായി ചർച്ച ചെയ്യാൻ പോകുന്നത്. 2024 ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയത് ആരാണെന്നാണ് നമ്മൾ അടുത്തായി പഠിക്കാൻ പോകുന്നത്. ആരാണ്? 2024 ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയത് ശൗര്യ ബാവയാണ്. 2024 ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയത്. ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടുന്ന 2ാമത്തെ ഇന്ത്യക്കാരനാണ് ശൗര്യ ബാവ. നമ്മുടെ പോയിന്റ്, 2024 ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല
വെങ്കല മെഡൽ നേടിയത് ശൗര്യ ബാവ. കായിക രംഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുത കൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നു. ഫിഫ ഒന്നാം റാങ്ക് നിലനിർത്തിയത് ആരാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആരാണ്? അർജന്റീനയാണ് ഫിഫ ഒന്നാം റാങ്ക് നിലനിർത്തിയത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു 2024 കോപ്പ അമേരിക്ക ജേതാക്കളാണ് അർജന്റീന. അതുപോലെ തന്നെ നിലവിലെ ലോക ചാമ്പ്യനും അർജന്റീന തന്നെയാണ്. നമുക്കറിയാം ഒന്നാം സ്ഥാനം അർജന്റീനയാണ്. രണ്ടാം സ്ഥാനം ആർക്കാണ്? ഫ്രാൻസ് ആണ് ഫിഫ റാങ്കിങ്ങിൽ രണ്ടാമതുള്ളത്. അതുപോലെ ഇന്ത്യയുടെ സ്ഥാനം ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ പൊസിഷൻ എത്രയാണെന്ന് കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. എത്രയാണ്? 124ാം റാങ്കിലാണ് ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യ നിലവിലുള്ള 124ാം റാങ്കാണ് ഇന്ത്യക്കുള്ളത്. നമ്മുടെ പോയിന്റ് ഫിഫ ഒന്നാം റാങ്ക് നിലനിർത്തിയത് അർജന്റീന. ഇനി വരാനിരിക്കുന്ന പ്രധാന PSC പരീക്ഷകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. 10th അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകൾ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, LGS കമ്പനി കോർപ്പറേഷൻ എന്നീ എക്സാമുകളാണ്. അതുപോലെ +2 അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, പോലീസ് കോൺസ്റ്റബിൾ, ടെലികമ്മ്യൂണിക്കേഷൻസ് കോൺസ്റ്റബിൾ, മൗണ്ടൈൻ പോലീസ് എന്നീ എക്സാമുകൾ. അതുപോലെ ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, SI, എക്സൈസ് ഇൻസ്പെക്ടർ, ടീച്ചിങ് എക്സാംസ്. ഈ പരീക്ഷകളിലേക്കുള്ള പരിശീലനം ടാലന്റ് അക്കാദമി ഓൺലൈനായും ഓഫ്ലൈനായും ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ടാലന്റ് അക്കാദമിയുടെ വിവിധ റാങ്ക് ഫയലുകളായ LDC 2024 റാങ്ക് ഫയൽ, LDC സ്റ്റഡി പ്ലാൻ, LDC PQ 2024, LGS റാങ്ക് ഫയൽ, LPUP അസിസ്റ്റന്റ് റാങ്ക് ഫയൽ, ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടെ ചർച്ച ചെയ്യാം. നമ്മൾ ആദ്യം പഠിച്ചത് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ 2023-24 സ്പാർക്ക് സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് ആരാണെന്നാണ്. നമ്മളിപ്പോൾ പഠിച്ചു കേരളമാണ് ഈ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത്. അതിനുശേഷം നമ്മൾ പഠിച്ചത് ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായി ആദായ നികുതി ഏർപ്പെടുത്തിയ രാജ്യമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായി ആദായ നികുതി ഏർപ്പെടുത്തിയത് ഒമാൻ ആണെന്ന് നമ്മൾ നിലവിൽ പഠിച്ചു. അതുപോലെ തന്നെ വിദേശത്ത് തുറന്ന ആദ്യ ജൻ ഔഷധി കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പഠിച്ചിരുന്നു. എവിടെയാണ്? മൗറീഷ്യസിലാണ് വിദേശത്ത് തുറന്ന ആദ്യ ജൻ ഔഷധി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പഠിച്ചത് 35 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വിസ ഇല്ലാതെ രാജ്യത്ത് പ്രവേശിക്കാവുന്ന നിയമം കൊണ്ടുവന്ന രാജ്യത്തെ പറ്റിയാണ്. 35 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വിസ ഇല്ലാതെ രാജ്യത്ത് പ്രവേശിക്കാവുന്ന നിയമം കൊണ്ടുവന്നത് ബെലാറസ് ആണ്. 35 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വിസ ഇല്ലാതെ രാജ്യത്ത് പ്രവേശിക്കാവുന്ന നിയമം കൊണ്ടുവന്നത്. അതുപോലെ തന്നെ പുരപ്പുര സോളാർ പദ്ധതിക്കായി ഇന്ത്യക്ക് 240.5 മില്യൺ ലോൺ നൽകുന്നത് ആരാണെന്ന് നമ്മൾ പഠിച്ചു. ആരാണ്? ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു കാര്യമായിരുന്നു വിദ്യാഭ്യാസവുമായും കാലാവസ്ഥാ വ്യതിയാനവുമായും ബന്ധപ്പെട്ട ഗ്ലോബൽ എഡ്യൂക്കേഷൻ മോണിറ്ററിംഗ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ആരാണെന്നായിരുന്നു? യുനെസ്കോ ആണ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ മോണിറ്ററിംഗ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. പിന്നീട് നമ്മൾ കണ്ടത് സർക്കാർ ജോലികളിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബങ്ങൾക്കായുള്ള 30% സംവരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംവരണ വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുന്ന രാജ്യം ഏതായിരുന്നു? ബംഗ്ലാദേശ് ആണ് സംവരണ വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുന്ന രാജ്യം. പിന്നീട് നമ്മൾ പഠിച്ചത് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെ തെരഞ്ഞെടുത്ത 75 പ്രസംഗങ്ങൾ സമാഹരിച്ച പുസ്തകത്തെ പറ്റിയാണ്. ഏതാണ് ആ പുസ്തകം? വിങ്സ് ടു അവർ ഹോപ്സ് എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. അതുപോലെ തന്നെ 35 വർഷത്തെ സേവനത്തിന് ശേഷം ഡീകമ്മീഷൻ ചെയ്ത് പൊളിക്കാൻ ഒരുങ്ങുന്ന അന്തർവാഹിനിയെ പറ്റി നമ്മൾ പഠിച്ചു. INS സിന്ധുധ്വജ്. നമ്മൾ പഠിച്ച മറ്റൊരു കാര്യം യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായി തുടർച്ചയായി 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്നായിരുന്നു. നമുക്ക് നോക്കാം. ഉർസല വോൺ ഡർ ലിയൻ ആണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായി തുടർച്ചയായി 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ 2024 ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയത് 2024 ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയതാരായിരുന്നു? ശൗര്യ ബാവയാണ് 2024 ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയത്. നമ്മൾ അവസാനമായി പഠിച്ചത് ഫിഫ ഒന്നാം റാങ്ക് നിലനിർത്തിയത് ആരാണ്? അർജന്റീനയാണ് നിലവിലെ ഫിഫ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, അഗ്നിവീറുകൾക്ക് 10% സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനം. അഗ്നിവീറുകൾക്ക് 10% സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതെന്നാണ്? ഓപ്ഷൻ A ഹരിയാന, ഓപ്ഷൻ B പഞ്ചാബ്, ഓപ്ഷൻ C ഉത്തർപ്രദേശ്, ഓപ്ഷൻ D രാജസ്ഥാൻ.
രണ്ടാമത്തെ ചോദ്യം, മിസ് യൂണിവേഴ്സൽ പെറ്റീറ്റ് മത്സരത്തിൽ കിരീടം ചൂടിയത് ആരാണെന്നാണ് രണ്ടാമത്തെ ചോദ്യം. ഓപ്ഷൻ എ രാധ റായ്, ഓപ്ഷൻ ഡി ഡോക്ടർ ശ്രുതി ഹെഗ്ഡെ, ഓപ്ഷൻ സി ആർ നിത്യ, ഓപ്ഷൻ ഡി ശ്രുതി ദുബെ. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനം രാജിവെച്ചത് നമ്മൾ പഠിച്ചിരുന്നു. ഓപ്ഷൻ എ ഗാരത്ത് സൗത്ത്ഗേറ്റ് ആണ് ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനം രാജിവെച്ചത്. രണ്ടാമത്തെ ചോദ്യം, 24 മണിക്കൂറിനുള്ളിൽ 1.1 മില്യൺ മരത്തൈ നട്ട റെക്കോർഡിട്ട ഇന്ത്യൻ നഗരത്തെ പറ്റിയായിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ 1.1 മില്യൺ മരത്തൈ നട്ട റെക്കോർഡിട്ട നഗരം ഏതാണ്? ഇൻഡോർ ആണ്. 24 മണിക്കൂറിനുള്ളിൽ 1.1 മില്യൺ മരത്തൈ നട്ട റെക്കോർഡിട്ട ഇന്ത്യൻ നഗരം, ക്ലീനസ്റ്റ് സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇൻഡോർ ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.